أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را كتاب أحكمت آياته ثم فصلت من لدن حكيم خبير 12ാമത്തെ ജുസ്. ഈ ജുസ് തുടങ്ങുന്നത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് മുതലാണെങ്കിലും 11ാമത്തെ ജുസുവിൻ്റെ അവസാന ഭാഗത്ത് ഒരു 7 വരി സൂറത്തുൽ ഹൂദിൻ്റെ ഉണ്ട്. അപ്പോൾ സൂറത്തുൽ ഹൂദിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും ഈ 12ാമത്തെ ജുസിലാണ്. 7 വരി മാത്രം 11ാമത്തെ ജുസിൻ്റെ അവസാന ഭാഗത്താണുള്ളത്. സൂറത്തുൽ ഹൂദ് നബി തങ്ങളുടെ മക്ക ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്താണ്. യൂനുസിലെ വിഷയങ്ങൾ തന്നെയാണ് സൂറത്തിലും പ്രതിപാദിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അമ്പിയാക്കളുടെ സംഭവങ്ങൾ, ഹൂദ് നബി, യൂസുഫ് നബി, യൂനുസ് നബി തുടങ്ങിയ പ്രവാചകന്മാരുടെയും ഒക്കെ സംഭവങ്ങൾ അവിടെ വളരെ ചുരുക്കി പറഞ്ഞുവെങ്കിൽ സൂറത്തുൽ ഹൂദിൽ കുറച്ച് വിശാലമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നൂഹ് നബി, ഹൂദ് നബി, സാലിഹ് നബി, ഷുഐബ് നബി, ലൂത്ത് നബി ഇവരുടെ എല്ലാവരുടെയും സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധ ഖുർആനിൽ പലയാവർത്തി പല സൂറത്തുകളിൽ ഒരു സംഭവത്തെ പല രീതിയിൽ പല ശൈലിയിൽ അള്ളാഹു കൊണ്ടുവരും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് സംഭവങ്ങളിലൂടെ ആ കഥ അറിയലോ അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവം എന്താണെന്ന് അറിയലല്ല, മറിച്ച് ഗുണപാഠമാണ്. ഇതിലൂടെ നമുക്കെന്ത് ഗുണപാഠം എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മുഅ്മിനീങ്ങൾക്ക് ഗുണപാഠമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭവങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ വ്യത്യസ്ത ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ പല ആവർത്തി എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുവരാറുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്കും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർക്കും ഈ സംഭവങ്ങളിൽ ഗുണപാഠമുണ്ട്. ആ ഗുണപാഠം എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഖുർആൻ്റെ വളരെ മാസ്മരികമായ ശൈലി ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തുടക്കം തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്നുള്ള വിഷയമാണ് ഇതിൻ്റെ തുടക്കം എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ശേഷം ഖുർആൻ്റെ മഹത്വം, അത് ആശയസമ്പുഷ്ടമാണ്, അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. കാരണം ഹക്കീമും ഖബീറുമായ അള്ളാഹുവിൽ നിന്നാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു വൈരുദ്ധ്യതയും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ദഅവത്ത് ആണ്, തൗഹീദിലേക്കുള്ള ദഅവത്ത്. കാരണം ഏറ്റവും അടിസ്ഥാനം അതാണ്. പിന്നെ അതിൻ്റെ തെളിവുകൾ, ആ തെളിവുകളിൽ തന്നെ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും തെളിവുകൾ കാണാൻ സാധിക്കും. ശേഷം മുശ്രിക്കീങ്ങളോടായുള്ള വെല്ലുവിളികളാണ്. നിങ്ങൾ ഈ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ വലിയ ഭാഷാ പണ്ഡിതരും അറബി ഭാഷയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വിരാജിക്കുന്നവരുമൊക്കെയാണല്ലോ. ഇതുപോലൊരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുപോകാം. ഇതുപോലൊരു 10 സൂറത്ത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സൂറത്തെങ്കിലും കൊണ്ടുപോകാം. 10 പോട്ട്, ഒരു സൂറത്തെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊണ്ടുപോകാം എന്ന് അവരെ വെല്ലുവിളിക്കുകയാണ്. അതിനുശേഷം മനുഷ്യർ 2 വിഭാഗമാണ്. ഒരു വിഭാഗത്തിന് ദുന്യാവല്ലാതെ വേറൊന്നും ലക്ഷ്യമില്ല, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അവർ ചെയ്തതിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണോ, നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുന്യാവിൽ വെച്ച് തന്നെ അവർക്ക് ലഭിക്കും. ആഖിറത്തിൽ അവർക്ക് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കില്ല. അതേസമയം അള്ളാഹുവിനെ വിശ്വസിക്കുകയും ആഖിറം ലക്ഷ്യം വയ്ക്കുകയും ചെയ്ത ജനതയ്ക്ക് അവർ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇപ്പോൾ തെളിവുകൾ, സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെളിവുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സമർത്ഥിക്കുന്നത് പോലെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉണർത്താറുണ്ട്. അപ്പം സംഭവങ്ങളിലേക്ക്, ഓരോരോ സംഭവങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ ഇവിടെ കടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇത് ബുദ്ധിയുള്ളവർക്ക് ഗുണപാഠമാണ്. ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ഓരോരോ സംഭവങ്ങളിലേക്ക് കടക്കുന്നു. അതിലാദ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ശൈലി, തൻ്റെ സമുദായത്തെ ദഅവത്ത് നടത്തി. അതിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞൊരു പ്രത്യേക വാക്ക്, വല അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്. പലരും പ്രവാചകന്മാരെക്കുറിച്ച് അന്നത്തെ കാലത്തുമുള്ള തെറ്റിദ്ധാരണയാണ്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം, ആകാശഭൂമിയുടെ രഹസ്യങ്ങൾ മുഴുവനും എല്ലാ വിഷയങ്ങളും അറിഞ്ഞ ഒരാൾ, ഇൽമുൽ ഗൈബുള്ള ഒരാൾ, ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം പ്രവാചകൻ. മലക്കുകളെപ്പോലെയായിരിക്കണം പ്രവാചകൻ.
ഭക്ഷിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഖസാഇനുള്ള എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഗൈബിയായ കാര്യം എനിക്കറിയുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെ അവസ്ഥ ഇതാണ്. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് ആ പ്രവാചകന്മാർ അറിയുന്നത്. അല്ലാതെ പ്രവാചകന്മാർക്ക് വലിയ സിദ്ധികളും എല്ലാ കാര്യങ്ങൾ അറിയാനുള്ള സിദ്ധികളൊക്കെ പ്രവാചകന്മാർക്കുണ്ട് എന്ന വിശ്വാസം ഒരിക്കലും വെക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹു ഏതെല്ലാം രഹസ്യങ്ങൾ, എന്തെല്ലാം ഗൈബിയായ കാര്യങ്ങൾ ആ പ്രവാചകൻ അറിയിച്ചു കൊടുക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ആ പ്രവാചകൻ അറിയും. പക്ഷേ അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ഒരു പ്രവാചകനും അറിയുകയില്ല എന്നുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്തിഖാമത്ത്. ഫസ്തഖിം കമാ ഉമിർത്ത. ഇസ്തിഖാമത്ത് വലിയൊരു വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയുണ്ടായി, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ഖുർആൻ ആയത്തുകളിൽ ഏറ്റവും ഭാരിച്ച ആയത്ത് ഈ ആയത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നമ്മുടെ ഈ എല്ലാ നിമിഷവും പൂർണ്ണമായും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ മാത്രം നമ്മൾ കഴിച്ചു കൂട്ടുക. ഒരു സമയം പോലും അള്ളാഹുവിൻ്റെ അനുസരണയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. നിരന്തരമായി അള്ളാഹുവിനെ അനുസരിക്കുക. കുറച്ച് നാൾ ഇബാദത്ത് ചെയ്തു പിന്നെ മാറി നിന്ന്, അത് പാടില്ല. ഇതിനാണ് ഇസ്തിഖാമത്ത് പറയുന്നത്. നിരന്തരമായി അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ തന്നെ നമ്മൾ അടിയുറച്ച് നിൽക്കുക. ഇങ്ങനെ അടിയുറച്ച് നിൽക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു ഭാരിച്ച ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പറയുന്നത്, ഔലിയാക്കളുടെ കറാമത്തിനേക്കാൾ ഏറ്റവും മഹത്വം ഇസ്തിഖാമത്താണ്. 1000 കറാമത്തിനേക്കാൾ ഇസ്തിഖാമത്തിനാണ് മഹത്വമുള്ളത്. ഒരാൾ ഇസ്തിഖാമത്തോടുകൂടെ പരിശുദ്ധ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വലിയാണ്. അപ്പോൾ ഇത്രയും ഭാരിച്ച ഒരു ചുമതലയാണ് ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞത് നബിതങ്ങൾക്ക് ഇറങ്ങിയതിൽ ഏറ്റവും ഭാരിച്ച ആയത്ത് ഈ ആയത്താണ്. മാത്രമല്ല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ നര കണ്ടപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ താങ്കൾ നരച്ചു തുടങ്ങിയല്ലോ. അപ്പോഴും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ഷയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ എന്നാണ്. സൂറത്തുൽ ഹൂദാണ് എന്നെ നരപ്പിച്ചത്, അതുപോലുള്ള സൂറത്തുകളും അതാണ് എന്നെ നരപ്പിച്ചത്. മുഫസ്സിരീങ്ങൾ പറയുന്നു സൂറത്തുൽ ഹൂദിലെ ഈ ആയത്താണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നര പിടിക്കാൻ തന്നെ കാരണമായത്. കാരണം അത്രയും ഭാരിച്ച ചുമതലയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഇസ്തിഖാമത്തോടുകൂടെ നിലനിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞ് ഓരോ പ്രവാചകന്മാരുടെ സംഭവങ്ങളും പറയുകയാണ്. ഈ സംഭവങ്ങൾ പറയുമ്പോഴെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഉണർത്താറുണ്ട്, തിൽക മിൻ അംബാഇൽ ഗൈബ്. ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്, ഗൈബിയായ വാർത്തകളാണ്. ഇതിന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് ഒരിടത്തുനിന്നും കിട്ടാൻ സാധ്യതയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ. കാരണം അവരുടെ ഇടയിൽ വളർന്നതാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതാനും വായിക്കാനും അറിയാത്ത നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടെങ്കിലും ഈ ചരിത്രം മറ്റുള്ളവരോട് പറയുക അതൊരിക്കലും നടക്കില്ല. കാരണം വായിക്കാൻ അറിയില്ല. എന്നാൽ അങ്ങനെയുള്ള ആൾക്കാരുമായി ഇടപഴകി അവരുമായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇടപഴകൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നബിതങ്ങൾ പോയിട്ടുണ്ടോ? എവിടെയും പോയിട്ടില്ല. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി അവർ പോലും ഉദ്ധരിക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് അവർ തഹരീഫ് ചെയ്ത അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ച ദുർവ്യാഖ്യാനങ്ങളെ എതിർത്തുകൊണ്ടത് അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു, എത്രത്തോളം ഓരോ സമയത്ത്. ഉദാഹരണമായിട്ട് നമ്മൾ മുൻകഴിഞ്ഞ സംഭവങ്ങളിലൊക്കെ പറയുകയുണ്ടായി, യാക്കൂബ് നബി അലൈഹിസ്സലാം വസിയത്ത് ചെയ്ത സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം. കാരണം അവർ അവിടെ തഹരീഫ് നടത്തി യാക്കൂബ് നബിയുടെ വസിയത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു. അപ്പോൾ ആ വസിയത്ത് പോലും തിരുത്തുന്ന രീതിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടണമെങ്കിൽ ഇതാര് നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു? ഇത് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ സംഭവങ്ങളുടെ എല്ലാം വളരെ സൂക്ഷ്മമായ രീതിയിൽ ഈ സംഭവങ്ങളെ വിവരിക്കുന്നുവെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതൊരിക്കലും പ്രവാചകൻ കയ്യിൽ നിട്ട് പറയുന്നതല്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ആ ദിവ്യ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് നബിതങ്ങൾ സംസാരിക്കുന്നതെന്ന് അല്പമെങ്കിലും ഒരു കോമൺ സെൻസുള്ള ഒരാൾക്കത് പറയാൻ കഴിയും. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം തിൽക മിൻ അംബാഇൽ ഗൈബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ തന്നെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം വളരെ പ്രസിദ്ധമാണ്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നേരത്തെ ഒന്നും വന്നതാണ്. ഈ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമുദായത്തിൽ പെട്ടയാളാണ്.
എത്രത്തോളം അവരുടെ നേതാവാക്കാൻ തീരുമാനിച്ചു വെച്ചിരുന്ന ആളാണ്. കതുകുന്ത മർജുവൻ കബലഹാദ, ഇതിനു മുമ്പ് നീ ഞങ്ങളുടെ അടുക്കൽ വലിയ പ്രതീക്ഷയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അവർ നേതാവാക്കാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നുബുവത്ത് കിട്ടുന്നു, അദ്ദേഹം പ്രവാചകനാണു, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? ധിക്കരിക്കുന്നു. ധിക്കരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടായി. പിന്നെ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ ജനിച്ച ആളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരൻ്റെ മകനാണ് ലൂത്ത് നബി അലൈഹി സ്വലാം. അപ്പോൾ ഇവർ രണ്ടുപേരും പരിശുദ്ധ ദീൻ്റെ ദഅവത്തുമായിട്ട് പുറപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹുക്കുമ് കിട്ടുന്നു, അദ്ദേഹം പുറപ്പെടുന്നു. അപ്പോഴാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹുക്കുമ് കിട്ടുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവാചകത്വം കിട്ടി സദ്ദൂം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ദഅവത്ത് നടത്താൻ പറയും. അങ്ങനെ നമ്മൾ നേരത്തെ അവിടെ സൂചിപ്പിച്ചതാണ്, ആ നാട്ടുകാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ, മുമ്പ് ഒരിക്കലും ഒരു സമുദായത്തിനും ഉണ്ടാകാത്ത ഏറ്റവും വലിയൊരു വൃത്തികെട്ട സ്വഭാവം, അവർ ഹോമോസെക്സ്വാലിറ്റി. അപ്പം അടിമപ്പെട്ട ഒരു സമുദായമായിരുന്നു. അപ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലാണ് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കണ്ട് ആദ്യം പേടിക്കുന്നു. അവർക്ക് അതിഥികളാണെന്നുള്ള രീതിയിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നവർ ഭക്ഷണം കഴിക്കുന്നില്ല, അത് കണ്ട് പേടിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞങ്ങൾ ഇന്ന കൗമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ നിഷ്കളങ്കനാണ്, അറിയാതെ ദുആ ചെയ്യും അവർക്ക് ആ ശിക്ഷ ഒന്ന് പിന്തിപ്പിക്കാൻ, അവർക്ക് ഹിദായത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. ഒന്നുകൂടെ പിന്തിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു, ദുആ ചെയ്യണ്ട, അവരുടെ ശിക്ഷ തീരുമാനമായതാണ്. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ അവർ പോകുന്നു. അവിടെ ചെന്നിട്ട് അവർ വളരെ സുന്ദരന്മാരായ ചെറുപ്പക്കാരായ പിള്ളേരെ പോലെയാണ് ആ മലക്കുകൾ അവിടെ എത്തുന്നത്. അത് കാണുമ്പോൾ ലൂത്ത് അലൈഹി സ്വലാം ഭയപ്പെടും. അപ്പോൾ ആൾക്കാർ ഇവരെ മോശത്തരത്തിലേക്ക് ക്ഷണിക്കാൻ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് പറയുന്നു, ഇല്ല, എൻ്റെ സമുദായത്തിലെ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം, നിങ്ങൾ ഇവരെ വിട്ടേരെ എന്ന് പറയുന്നു. അപ്പം ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ സമാധാനിപ്പിക്കുകയാണ്, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ ഇവരെ അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ വന്നവരാണ് എന്ന് പറയുകയും ആ സമുദായത്തിനെ കീഴ്മേലായി മറിക്കുകയാണ് ചെയ്തത്. അവരെ കീഴ്മേലായി മറിച്ചു. ഇന്നും ഡെഡ് സീ എന്നറിയപ്പെടുന്ന ഭാഗത്താണ്, ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഡെഡ് സീ എന്ന് പറയുന്നത് ഈ സമുദായം താമസിച്ചിരുന്ന ആ പ്രദേശമാണ് ഇപ്പോൾ ഡെഡ് സീ ആയിട്ടുള്ളത്. ചിലർ പറയുന്നില്ല, അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്, അടുത്തുള്ള പ്രദേശങ്ങളാണ്. എന്തായാലും ഇവിടെ ഈ താമസിച്ചിരുന്ന ഒരു സമുദായമാണ് സദ്ദൂം എന്ന് പറഞ്ഞ ഈ ഗോത്രക്കാർ. ലൂത്ത് നബി അലൈഹി സ്വലാം ഈ പരമ്പരയിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് രാത്രി തന്നെ രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷേ ഭാര്യയെ പോകാൻ സമ്മതിക്കുന്നില്ല. കാരണം ഭാര്യ പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചില്ല, തൗഹീദിലേക്ക് മടങ്ങി വരാത്തവരാണ്. അതുകൊണ്ട് അവർക്കും ഈ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഇവിടെ വന്ന ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. അതുപോലെ ഷുഐബ് നബിയുടെ സംഭവം ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. മദിയൻ പ്രദേശത്തുള്ള ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം സമ്പത്തുകൾ കൊടുത്തിരുന്നു, കാർഷിക വിഭവങ്ങളെല്ലാം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റലിസം മെൻറ്റാലിറ്റി ആയിരുന്നു. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കാണ് എന്ന് മാത്രമല്ല, അളവ് തൂക്കത്തിൽ അവരെന്ത് ചെയ്യും? കൃത്രിമം കാണിക്കും. അതുപോലെ തന്നെ ടാക്സ് അതുവഴി പോകുന്നവരുടെ നിന്ന് ചുങ്കം വാങ്ങുന്ന സ്വഭാവം, ഈ രീതിയിൽ വളരെ മോശമായ പെരുമാറ്റം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമുദായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്കും വരുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. ഓരോ പ്രവാചകന്മാരുടെ സംഭവങ്ങളെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ ഗുണപാഠത്തിന് വേണ്ടിയാണ്. മുഅ്മിനീങ്ങൾക്ക് അതിലൂടെ ഗുണപാഠം കിട്ടും എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ വിവരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ ജുസുവിലെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യൂസുഫ്. അത് കഴിഞ്ഞ് സൂറത്ത് യൂസുഫാണ്. ഇതിൻ്റെ ഏകദേശം 6.5 പേജ് നമ്മുടെ 12ാമത്തെ ജുസുവിലാണുള്ളത്. അതുപോലെ 7ഓളം പേജ് 13ാമത്തെ ജുസുവിലാണുള്ളത്. സൂറത്ത് യൂസുഫിൻ്റെ പ്രത്യേകത, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഖുർആൻ പലതവണ ആവർത്തിക്കാതെ പറഞ്ഞ സൂറത്താണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മാത്രമേ ഉള്ളൂ പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിക്കാതെ ഒരേ ഒരു സ്ഥലത്തായിട്ട് പൂർണ്ണമായും പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പല സൂറത്തുകളിലും കാണാം. ഇപ്പം തന്നെ നമ്മൾ പല സൂറത്തുകൾ പഠിച്ചപ്പോൾ തന്നെ
ഒരു പ്രവാചകൻ്റെ ഹൂദ് നബിയുടെ ആണെങ്കിലും നൂഹ് നബിയുടെ ആണെങ്കിലും ഇബ്രാഹിം നബിയുടെ ആണെങ്കിലും പല ആവർത്തി പല സന്ദർഭങ്ങളിൽ പറഞ്ഞു. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ ചരിത്രം ഈ ഒരു സൂറത്തിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. ഇനി ഈ സൂറത്തിൻ്റെ ഈ ചരിത്രത്തിൻ്റെ പ്രത്യേകത അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇത് അഹ്സനുൽ ഖസസ് ആണ് എന്ന്. ഏറ്റവും നല്ല ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഏറ്റവും നല്ല ചരിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണപാഠമുള്ള ചരിത്രമാണ് എന്നാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ ഗുണപാഠം. കാരണം ഈ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഗുണപാഠങ്ങൾ മാത്രമാണ്. ഓരോരോ ഗുണപാഠങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉലമാക്കൾ കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൻ്റെ 101 ഗുണപാഠം എന്നുള്ള കിതാബുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത്രയും ഗുണപാഠങ്ങളുള്ളത് കൊണ്ടാണ് ഈ സൂറത്തിന് അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രം എന്ന് എന്ത് ചെയ്തത് പരാമർശിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് നിരാലംബരായ ആൾക്കാരെ സ്നേഹിക്കുന്നതിൻ്റെ വിഷയം, അതുപോലെ തന്നെ കൂടെയുള്ളവർ ചതിക്കുന്നതിൻ്റെ വിഷയം, അതുപോലെ തന്നെ അതിനുശേഷം ത്യാഗം, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം, ആ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിന് ശേഷം സന്തോഷം വരുന്നു. സന്തോഷം വരുമ്പോൾ കഷ്ടപ്പാട് വീണ്ടും പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കുതന്ത്രം ചെയ്തവർ അവസാനം ആർക്കെതിരെയാണോ കുതന്ത്രം മെനഞ്ഞത് അവരുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്ന ചരിത്രം, മുട്ടുകുത്തുന്ന ഗുണപാഠങ്ങൾ എന്ന് വേണ്ട എല്ലാ അർത്ഥത്തിലും ഓരോ സംഭവങ്ങളിലും ഓരോരോ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഈ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം ചരിത്രം എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്. ചുരുക്കി നമുക്കതൊന്ന് വിവരിക്കാം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 മക്കൾ, അതായത് യൂസുഫ്, ബിന്യാമീൻ എന്ന് പറയുന്ന 2 മക്കൾ ഒരു ഭാര്യയുടെയും. അപ്പോൾ ആ ഭാര്യ നേരത്തെ മരണപ്പെട്ടു പോയതുകൊണ്ട് ഈ 2 മക്കളോട് യാക്കൂബ് നബിക്ക് കൂടുതൽ വാത്സല്യമായിരുന്നു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കാണാനുള്ള സൗന്ദര്യം, അതുപോലെ തന്നെ നിഷ്കളങ്കത, ബാക്കിയുള്ള മക്കളെ വെച്ച് നോക്കുമ്പോൾ ആ നിഷ്കളങ്കതയും അതുപോലെ തന്നെ ബുദ്ധികൂർമ്മതയും എല്ലാം കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടുതൽ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കുകയും ചതിയിലൂടെ അദ്ദേഹത്തെ തൻ്റെ പിതാവ് നിന്ന് അകറ്റുകയും അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു കിണറ്റിൽ തള്ളിയിടുകയും ഒരു യാത്രാ സംഘം വന്നുകൊണ്ട് ആ കിണറ്റിൽ തൊട്ടിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി മിസ്റിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടുത്തെ ചന്തയിൽ വെച്ച് അടിമയായിട്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ വിൽക്കുന്നു. മിസ്റിലെ രാജാവിൻ്റെ പക്കൽ ഈ അടിമ എത്തുന്നു. അതിനുശേഷം കൊട്ടാരത്തിൽ വളരുന്നു. കൊട്ടാരത്തിൽ വളർന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർണ്ണ യുവാവായി കഴിയുമ്പോൾ രാജാവിൻ്റെ ഭാര്യയ്ക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ആകർഷണത ഉണ്ടാകുന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറുന്നു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് പിന്മാറും. ഈ പ്രശ്നം നാട്ടിലെല്ലാം അറിയുമ്പോൾ രാജാവ് തൻ്റെ മാനക്കേട് അത് മറച്ചു വെക്കാൻ വേണ്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലേക്ക് വിടുന്നു. അദ്ദേഹം ജയിലിലുള്ളവരെ ദഅവത്ത് നടത്തുന്നു, ദീൻ പ്രബോധനം നടത്തുന്നു. അങ്ങനെ ജയിലിലുള്ളവർ വന്ന് 2 പേര് വന്ന് അവർ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നു. ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരാൾ രാജാവിൻ്റെ അടുത്ത ആളാകുമെന്ന് പറയുന്നു. അപ്പോൾ രാജാവ് എന്നെ മറന്നു പോയിട്ടുണ്ടാവും, ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ എന്ന് പറയുകയും, പക്ഷെ അദ്ദേഹം തിരിച്ച് ജയിൽ മോചിതനായി രാജാവിൻ്റെ അടുത്ത ആളാകുമ്പോൾ അത് മറന്നു പോവുകയും ചെയ്യുന്നു. അതിനുശേഷം രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ അതിൻ്റെ വ്യാഖ്യാനം അവിടെയുള്ള ഒരു പണ്ഡിതനും അറിയാതിരിക്കുമ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അത് ഓർമ്മിക്കുന്നു യൂസുഫ് നബിയെ. അങ്ങനെ യൂസുഫ് നബിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ നിരപരാധിത്വം തെളിയാതെ ഒരിക്കലും വെളിയിൽ വരില്ല എന്ന് പറയുന്നു. അങ്ങനെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം വെളിയിൽ വന്നു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. രാജാവ് കണ്ട സ്വപ്നം ഇതായിരുന്നു: 7 തടിച്ച പശുക്കളും 7 മെലിഞ്ഞ പശുക്കളും. അതിൽ മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ നല്ല പച്ച കതിരുകളോടുള്ള 7 കതിരുകൾ, അതുപോലെ തന്നെ 7 ഉണങ്ങിയ കതിരുകൾ. ഇതിൻ്റെ വ്യാഖ്യാനമാണ് രാജാവിന് അറിയേണ്ടത്.
അവിടെ ഉണ്ടായിരുന്ന ആർക്കും ഇതിൻ്റെ വ്യാഖ്യാനം അറിയില്ലായിരുന്നു. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ 7 വർഷം നല്ല സമൃദ്ധിയുടെ വർഷമായിരിക്കും. ഇഷ്ടംപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് കഴിഞ്ഞുള്ള 7 വർഷം വളരെ ക്ഷാമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശേഷം വരുന്ന 7 വർഷം, ആദ്യത്തെ 7 വർഷം കിട്ടിയ വിളവുകൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി നിങ്ങൾ അതിൻ്റെ കതിരുകളിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. ശേഷം ഈ ക്ഷാമം വരുന്ന വർഷം 7 വർഷം അത് ഉപയോഗിക്കുക. പിന്നെ അതിനുശേഷം ഒരു വർഷമുണ്ടാകും, അത് നല്ല സമൃദ്ധിയുടെ വർഷമായിരിക്കും, നല്ല മഴ പെയ്യും. ജനങ്ങൾ ആ സമയത്ത് വീഞ്ഞുകൾ വരെ ഉണ്ടാക്കും, മുന്തിരി പിഴിഞ്ഞ് വീഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്യും. കാരണം അത്രയും സമൃദ്ധമായിരിക്കും പിന്നെയുള്ള ഒരു വർഷം. ഇതായിരുന്നു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതിനുശേഷം രാജാവിന് ആ സ്വപ്ന വ്യാഖ്യാനം പൂർണ്ണമായും ബോധ്യപ്പെടും. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, കൃത്യമായി ഞാൻ ഇതിൻ്റെ കണക്കുകൾ നോക്കിക്കൊണ്ട് ഇത് വേണ്ട രീതിയിൽ ഞാനിത് ചെയ്യാം, എനിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ നൽകുകയാണെങ്കിൽ. അങ്ങനെ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഈ ഭക്ഷ്യവകുപ്പ് അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുകയാണ്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായ 7 വർഷമുള്ള വിളവുകളെല്ലാം കൃത്യമായി അതിൻ്റെ കതിരുകളിൽ തന്നെ അത് സൂക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുകയും പിന്നെ ഓരോ തവണ എല്ലാം കഴിഞ്ഞ് 7 വർഷം കഷ്ടപ്പാടിൻ്റെ 7 വർഷം വരുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി അത് അളന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ സമയത്താണ് ഇവിടെ കനാൻ എന്ന് പറഞ്ഞ പ്രദേശം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച പ്രദേശമാണ് കനാൻ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ആൾക്കാർ വരുന്നു ഇവിടെ നിന്ന് ധാന്യം വാങ്ങാൻ വേണ്ടി. അപ്പോൾ അവർ ധാന്യം വാങ്ങാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ ഇവരുടെ സഹോദരങ്ങളുണ്ടാകും. അപ്പോൾ സഹോദരങ്ങൾ വന്ന് ധാന്യങ്ങൾ വാങ്ങും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാകും സഹോദരങ്ങളാണ് എന്ന്. ശേഷം ആ സഹോദരങ്ങളെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വിടും. പിന്നെ അടുത്ത വിവരങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഒരു സഹോദരൻ ഉണ്ടെന്ന് പറയും, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഡയറക്റ്റായ സഹോദരൻ ബിന്യാമീൻ. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ അയാളെയും കൂടെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അടുത്ത തവണ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ഒരു സാധനം ഒളിപ്പിച്ച് വെക്കുന്നു ബിന്യാമീൻ്റെ ചാക്കിൽ. എന്തിനെന്ന് വെച്ചാൽ ഇദ്ദേഹം മോഷ്ടാവാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ നിർത്താനുള്ള ഐഡിയ ആയിരുന്നു അത്. അങ്ങനെ സംഭവം വിശാലമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ മകൻ മോഷ്ടിക്കപ്പെട്ട മുതൽ ആരുടെ കയ്യിൽ നിന്നാണോ കിട്ടുന്നത് അയാൾ ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തി, ഏത് വ്യക്തിയുടെ സാധനമാണോ മോഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ പക്കൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, അടിമയായി തുടരേണ്ടി വരും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ആ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബിന്യാമീനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തടഞ്ഞു വെക്കുന്നു. ഇവർ തിരിച്ച് മദിയനിലേക്ക് പോകുന്നു. മദിയനിലേക്ക് പോകുമ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആകെ വിഷമത്തിലാണ്. ഒന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയ വിഷമം, അതിൻ്റെ പേരിൽ കരഞ്ഞ് അദ്ദേഹം അന്ധനായിരിക്കുകയാണ്. ഇപ്പോഴാ അടുത്ത വിഷമമാണ്, ബിന്യാമീനും പോയിരിക്കുന്നു. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും അന്വേഷിക്കാൻ വേണ്ടി മക്കളോട് പറയുകയാണ്. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തില്ല, മരണപ്പെട്ടിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവസാനം രണ്ടാമത് ഇവർ പിന്നെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ പോയിട്ട് ഞങ്ങൾക്ക് ധാന്യങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ പിതാവിൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ പറയും, നിങ്ങൾ യൂസുഫ് നബിയോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് മനസ്സിലാകുന്നു. പിന്നെ അതിനുശേഷം വസ്ത്രം കൊടുത്തു വിടുന്നു തൻ്റെ പിതാവിന്, ആ വസ്ത്രം ഈ പിതാവിന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ പിതാവ്, ഈ സംഘം മിസ്രിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പിതാവ് കനാനിൽ നിന്ന് പറയുകയാണ്, ഞാൻ യൂസുഫ് നബിയുടെ മണം എനിക്ക് ലഭിക്കുന്നു എന്ന്. കാരണം ഇതൊരു മോജിസത്താണ്. ഈ മോജിസത്തിൻ്റെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാർക്ക് അവൻ്റെ
അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും, നമ്മുടെ ചിന്തയ്ക്ക് പോലും അപ്പുറമുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അതിനുള്ള സംവിധാനം അല്ലാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകും. ഇപ്പം ഇവിടെ അങ്ങനെ അല്ലാഹു നൽകിയത് കൊണ്ടാണ് മിസ്റിൽ നിന്ന് പുറപ്പെട്ട സംഘത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മണം കനാനിലുള്ള യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് എന്ത് ചെയ്ത് അടിച്ചത്. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കനാനിൽ തന്നെയുള്ള ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ അവിടുന്ന് യാക്കൂബ് നബിക്ക് ആ മണം അടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു സിദ്ധിയൊന്നുമല്ല, മറിച്ച് അള്ളാഹു നൽകിയ ഒരു അമാനുഷികമായ ഒരു പവറാണത്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്തുള്ള പ്രവാചകന്മാർക്ക് നൽകും. അതിലൂടെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചറിയുന്നു. അങ്ങനെ ആ വസ്ത്രം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മേത്തിടുന്നു. അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. പിന്നെ അദ്ദേഹവും അവരുടെ കുടുംബവും എല്ലാം നേരെ മിസ്റിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ മിസ്റിലേക്ക് തിരിച്ചു വന്നു. അന്നത്തെ കാലത്ത് ആ ശരീഅത്തിലുണ്ടായിരുന്നതാണ് ഒരാളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടി സുജൂദ് ചെയ്യാം, സ്നേഹത്തിൻ്റെ പേരിൽ സുജൂദ് ചെയ്യാം. പക്ഷേ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ആ സുജൂദുകളെല്ലാം എന്ത് ചെയ്യപ്പെട്ടു? അള്ളാഹു അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സുജൂദ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവർ വന്ന് സുജൂദ് ചെയ്യുന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിയെ ഓർമ്മപ്പെടുത്തുകയാണ്, ചെറുപ്പത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തതായിട്ട്. ഇപ്പോൾ സൂര്യൻ ചന്ദ്രൻ കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് മാതാപിതാക്കളാണ്, 11 നക്ഷത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളാണ്. ഇതാണ് ഈ സംഭവത്തിൻ്റെ ആകെ ചുരുക്കം. ഇതിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം ഒരുപാടുണ്ട്, ഒരുപാട് വിശദീകരണമുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം വളരെ കൃത്യമായി എല്ലാം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പരാമർശിക്കുകയാണ്, ഈ സൂറത്ത് യൂസുഫിൽ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഗുണപാഠമാണ് അല്ലാഹുവിന് എത്ര കഷ്ടപ്പാട് വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ദുനിയാവിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം. നമ്മൾ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുക. എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാകുക. അവസാനം നമുക്ക് വിജയമുണ്ടാകും, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായതുപോലെ. ഇവിടെ ഒരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രവും പരിശോധിച്ച് നോക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഏകദേശം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലെ തന്നെയാണ്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെറുപ്രായത്തിൽ യൂസുഫ് നബി സ്വലാത്തു വസ്സലാം കനാനിൽ എല്ലാവരുടെയും സ്നേഹലാളനയോടുകൂടി ജീവിച്ചതുപോലെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ അങ്ങനെയായിരുന്നു. അതിനുശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ തന്നെ നബിതങ്ങളെ വധിക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നു. പിന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നു. മദീനയിൽ ചെന്നതിന് ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണം കയ്യേറുകയാണ്. അതിനുശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മക്കയിലേക്ക് വരുന്നു. മക്കയിലേക്ക് വന്നപ്പോഴത്തേക്ക് തങ്ങളെ നാട് കടത്തിയ അല്ലെങ്കിൽ തങ്ങളെ വധിക്കാൻ ശ്രമിച്ച ആ ജനങ്ങൾക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരൂപാധികം മാപ്പ് കൊടുക്കുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ സഹോദരന്മാരോട് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏകദേശം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നമ്മൾ അതിൻ്റെ ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ യോജിപ്പാണ് നബിതങ്ങളുടെ സംഭവമായിട്ടുള്ളത്. അവസാന നബിതങ്ങൾ ഫത്ഹ് മക്കയിൽ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായതിനു ശേഷം അവസാനം ഈമാനും അമലെ സാലിഹാത്തും ഉള്ളവർക്ക് വിജയമുണ്ട് എന്നൊരു പാഠമാണ് നമുക്ക് ഈ സംഭവങ്ങളിലൂടെ കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.